അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒന്ന് രണ്ട് ദിവസം മുമ്പ് ലീക്കായ ഒരു പടത്തിന്റെ ലിങ്ക് അന്വേഷിച്ചു പോയവരുടെ എല്ലാം ഡൗൺലോഡ്സ് ഇന്ന് ഭരിക്കുന്ന ഒരു അടാറ് സാധനം. 1990 പുറത്തിറങ്ങിയ ഈ പടം കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. അതായത് ഒരു 10-29 വർഷങ്ങൾക്ക് ശേഷം വിജയ് എന്നൊരു സൂപ്പർ സ്റ്റാർ അഭിനയ ജീവിതം വിട്ട് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമെന്നും ആ സമയത്ത് അദ്ദേഹത്തിന്റെ അവസാനത്തെ സിനിമയ്ക്ക് ഇങ്ങനെ ഒരു പേര് വെക്കുമെന്നും ആ സിനിമ എത്രയും കോൺട്രവേഴ്സി ഉണ്ടാക്കുമെന്നും അതുകൊണ്ട് നമ്മുടെ സിനിമയ്ക്ക് ഇങ്ങനെ ഒരു പേര് വെച്ച് കഴിഞ്ഞാൽ അത് അന്വേഷിച്ചു വന്ന പലരും ഈ പടം കാണുമെന്നും ഇവരെങ്ങനെ എത്രയും മുന്നകൂട്ടി കണ്ടിട്ടുണ്ടാവുക. കാരണം ഈ പടത്തിന്റെ ടൈറ്റിൽ ഈ പടത്തിന്റെ കഥയായിട്ട് ഒരു 100 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് നിന്നുകൊണ്ടിരിക്കുന്നത്. ഈ സിനിമയ്ക്ക് ഇങ്ങനെ ഒരു പേരിടാൻ വേണ്ടി ഒരു കാരണം അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. സിനിമ കണ്ടിട്ടുള്ളവർ അത് എന്താണെന്ന് താഴെ വന്ന് കമന്റ് ചെയ്യുക. നടൻ ലാലും മൻസൂർ അലിഖാനും അടക്കം കുറെ പേരുടെ ക്യാമിയോ അപ്പിയറൻസ് ഈ സിനിമയിലുണ്ട്. ബട്ട് എനിക്ക് രോമാഞ്ചം വന്നത് നമ്മുടെ ആലപ്പി അഷ്റഫിന്റെ ക്യാമിയോക്ക് ആയിരുന്നു. ഈ പടത്തിലെ നായകൻ ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ വെച്ച് നടത്തുന്ന ആളാണ്. അതായത് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഡിഗ്രി ഒക്കെ പാസ്സായി വന്നിട്ടുള്ള ഒരു കഥാപാത്രം. ഇതിലെ നായകൻ ബാബു ആന്റണി ആയതുകൊണ്ട് എനിക്ക് അത്ര കൺവിൻസ് ആയിരുന്നില്ല. ഇതിന് പകരം പുള്ളി ചൈനയിലൊക്കെ പോയി കരാട്ടെ പഠിച്ചു വന്ന് നാട്ടിലൊരു കരാട്ടെ സ്കൂൾ നടത്തുന്ന ആളാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടി കൺവിൻസിംഗ് ആവുമായിരുന്നു. പിന്നെ ഈ പടത്തിലെ നായിക അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ നിസാർ, അതുപോലെ ആലപ്പി അഷ്റഫ്, ബൈജു കൊട്ടാരക്കര ഇവരുടെയൊക്കെ പടങ്ങൾ ഒന്നില്ലെങ്കിൽ സിൽക്ക് സ്മിത അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നോ ആന്ധ്രയെന്നോ അവിടുന്ന് എവിടെയെങ്കിലും ഐറ്റം ഡാൻസ് കളിക്കുന്ന ഒരു നായിക മസ്റ്റാണ്. കേരളത്തിൽ തന്നെ ഏതെങ്കിലും ഒരു നടിക്ക് അഭിനയിക്കാൻ പറ്റുന്ന കഥാപാത്രം മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ നടിമാർ ആവശ്യമാണ്. എന്തായാലും അത്യാവശ്യം കുറെ ട്വിസ്റ്റുകളൊക്കെ ഉള്ള ഒരു പടമാണ് ജനനായകൻ. ഇത് മാറി ഡൗൺലോഡ് ചെയ്ത ഇടയിലൊക്കെ ഈ പടം എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പൊ അത് കണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ വന്ന് കമന്റ് ചെയ്യുക. അല്ലാത്തവർ യൂട്യൂബിൽ കണ്ട് താഴെ വന്ന് കമന്റ് ചെയ്യുക. അതുപോലെ എനിക്ക് പറയാനുള്ളത്, ജനനായകൻ സിനിമ നിങ്ങൾ തിയേറ്ററിൽ നിന്ന് മാത്രം കാണുക. ഒരൊറ്റ സിനിമയെ പോലും വെറുതെ വിടാത്ത തമിഴ് റോക്കേഴ്സ് കാണിച്ച എത്തിക്സ് എന്തുകൊണ്ട് നമുക്ക് കാണിച്ചുകൂടാ?